എന്തൊക്കെയുണ്ട് മാരെ എന്തൊക്കെയുണ്ട് നമ്മന്നൊരു ഗീവ് അവേ വീഡിയോ ഇടാൻ വന്നേക്കണം. ഇന്നത്തെ വീഡിയോ ഗീവ് അവേ ആണ്. നമ്മുടെ അൽപൈൻ സാറിന്റെ പ്രോപ്പർ റൈഡിംഗ് ഗിയർ ആണ്, റൈഡിംഗ് ഗ്ലൗസ് ആണ്. നമ്മുടെ CBR ഓണേഴ്സിന് ഒരു ഹാർട്സ് ഓഫ് റെസ്പെക്ട് ഉള്ള രീതിക്ക് നമ്മ ഇത് ഗീവ് അവേ കൊടുക്കേണ്ട പറ്റും. ഒരു സീനും ഇല്ല. അത് അത്രം നോൺസെൻസ് ബൈക്കാണ്. അത് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനൊരു റെസ്പെക്ട് കൊടുക്കുകയാണ് ഗീവ് അവേ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മൊത്തത്തിൽ കണ്ടുനോക്കട്ടെ മച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് CBR 150R ആണ്. അത് 2014 MotoGP ചാമ്പ്യൻഷിപ്പ് എഡിഷൻ MM93 സൈൻ ഉൾപ്പെടെയുള്ള ഒരു തായ്ലാൻഡ് വേർഷൻ ഹോണ്ട CBR 150R 93 റെപ്സോൾ എഡിഷനാണ് മച്ചു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോണ. നിങ്ങൾ ഒന്ന് വണ്ടി മൊത്തത്തിലൊന്ന് കണ്ടു നോക്കട്ടെ. 12 വർഷം പഴക്കത്തിൻ്റെ ചെറിയ ചാബല്യങ്ങളുണ്ട് വണ്ടിക്ക്. വണ്ടി ഒരു പ്രാവശ്യം വലത്തേക്ക് ഒരു പടവൻ ഇട്ടിട്ടുണ്ട്, കിറ്റ് നൈസായിട്ട് പൊട്ടിട്ടുണ്ട്. അതൊഴികെ ഇപ്പോഴും ആ കിറ്റിൽ നിന്ന് വന്ന ചെറിയ വൈബ്രേഷൻ അല്ലാണ്ട് വണ്ടിക്കൊരു കംപ്ലൈൻറ്റും ഇല്ലെന്നുള്ളതാണ് സത്യം മച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല കേട്ടോ. അതെ ഈ സ്റ്റൈൽ നോക്കിയത് ഞാനതല്ല പറയാൻ വന്നത്. 1,67,632 കിലോമീറ്റർ ആണ്. ഞാൻ കാര്യത്തിൽ പറഞ്ഞ വെച്ചു, തമാശ പറയാറില്ല. മീറ്റർ മാറ്റിയിട്ടില്ല, ഒന്നും ചെയ്തല്ല. മീറ്റർ അങ്ങനെ കൂട്ടി പറയാൻ പറ്റില്ല. ഈ ഫസ്റ്റ് മീറ്റർ ഇപ്പോഴും കേടാകാണ്ടിരിക്കണേണ്ട ഈ വണ്ടിയിൽ. 1,67,000 കിലോമീറ്ററിൻ്റെ പൊക്കത്തോടെ വണ്ടി 2 ലക്ഷത്തിലേക്ക് അടുപ്പിക്കണ വണ്ടിയുടെ എഞ്ചിനിലൊരു മേജർ പണി ചെയ്തതായിട്ട് നമ്മൾ ഓർക്കണ പോലും ഇല്ല. ഒരു മെക്ഡൊണാൾഡ്സ് കഴിക്കണ കാശ് പോലും ആകൂല ഇതിൻ്റെ പീരിയോഡിക് സർവീസ്. അതേപോലെയാണ് മനസ്സിലായോ വണ്ടി ഇറക്കി വിട്ടേക്കുന്നത്. അതായത് 1 ലിറ്ററാണ് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ, 1.2 ലിറ്ററാണ് എഞ്ചിൻ ഓയിൽ ആകെ മാറ്റേണ്ടത്. ഇതിനൊരു ഓയിൽ ഫിൽറ്റർ പോലും ഇല്ല. നിങ്ങൾ പറയണ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തായ്ലാൻഡ് വെർഷൻ ഉണ്ടാകും. എനിക്ക് നാട്ടിലെ വെർഷനിൽ 150 ഓയിൽ ഫിൽറ്റർ ഉണ്ടാകുന്ന അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു ഓയിൽ ഫിൽറ്റർ പോലും ഇല്ല. ഇതിൻ്റെ ഒരു മെഷ് ട്രേ ആണ് ഉള്ളത് കേട്ടോ. അത് എഞ്ചിൻ കേസ് ഈ കവർ അഴിച്ചാൽ മാത്രമേ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അഴിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലാണ് ഇത് നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള ഓയിൽ ചേഞ്ച് മാത്രമേ നടക്കണുള്ളൂ വണ്ടിയിൽ. അതായത് ഓയിൽ ചേഞ്ച് എല്ലാം 3000 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കും. വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ടയർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് ഈ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി കേട്ടോ മച്ചു. തമാശ പറയാറില്ല മച്ചു. എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടീനെ പറ്റി പറയേണ്ടത് ഇതിൻ്റെ ഡിസൈൻ ഉണ്ട്. അതായത് പക്ക ഒരു ആയുഷ്കാലത്തേക്ക് പണിത് വെച്ചാൽ പോലത്തെ ഒരു ഡിസൈനിങ് കണ്ട. നിങ്ങൾക്ക് ഈ വണ്ടിക്ക് ഒരു 15 ഈ ഡിസൈൻ ഒരു 15 വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും ഇന്ന് ഈ വണ്ടി കണ്ടാലും ഇന്ന് അതൊരു വണ്ടി കണ്ടാലും കൊള്ളാല എടുത്താല എന്നുള്ളൊരു ചിന്തപ്പാട് തന്നെ ഒരു ഡിസൈൻ. ആദ്യം പറഞ്ഞാൽ ഇന്ന് വണ്ടി റീലോഞ്ച് ആയാൽ പോലും വാങ്ങാൻ ആൾക്കാർ ക്യൂ നിൽക്കൂട്ടാ. ഇത് ഞാൻ നോണ പറയണതല്ല, കാര്യത്തിൽ പറഞ്ഞു മച്ചു. അപ്പോൾ 150R കഥ അടിച്ചിട്ട് സമയം പറഞ്ഞില്ല. അപ്പോൾ ഈ ഗീവവേന് വേണ്ടിയില്ലേ വേറെ ഒന്നും ചെയ്യണ്ട മച്ചു. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങളുടെ കമ്പനിക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഈ വീഡിയോ വെച്ച് കൊടുത്തിട്ട് പറയണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അതായത് ഈ വണ്ടി നിങ്ങളുടെ CBR 150 ആയിക്കോട്ടെ 250R ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഫോട്ടോയും അത് മാനുഫാക്ചർ ചെയ്ത ഇയറും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് ലൈക്കും കിട്ടുന്ന വീഡിയോന് ഈ സാധനം കിട്ടും. വേറൊരു സീനില്ല, ഫോളോ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട. കമൻറ്റ് മാത്രം ഇട്ടാൽ മതി കേട്ടോ മച്ചു. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് എത്തിച്ചേരും. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അന്നേക്കും ബൈ ബൈ. ഓക്കെ.